ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് ദൈവവചനം ശ്രവിക്കുവാൻ ജനങ്ങൾ യേശുവിന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസരത്ത് തടാകത്തിന് തീരെ നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമിയോന്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന്. യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കുവാനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്നു കൊണ്ട് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമിയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമിയോൻ പറഞ്ഞു, ഗുരോ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കും. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റു വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ അങ്ങേ കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാവോളം നിറച്ചു. ശിമിയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നടന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി ശിമിയോനും കൂടി ഉണ്ടായിരുന്നവർ അഭിനന്ദിക്കപ്പെട്ടു. അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സബദിപുത്രന്മാർ യാക്കോബ്, യോഹന്നാൻ വിസ്മയിച്ചു. യേശു ശിമിയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്. മിശിഹായിൽ അനുഗ്രഹീതരായ മരിയ ഭക്തരെ, ഇന്ന് ഈ തിരുനാൾ ഒരുക്കമായി അമ്മയുടെ സൗദിയിൽ സന്നിഹിതരായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും അമ്മ അനുഗ്രഹിക്കുന്ന നിമിഷം. നമ്മളൊക്കെ മരിയ ഭക്തരെന്ന് വിളിക്കപ്പെടുവാൻ, അറിയപ്പെടുവാൻ അഭിമാനം കൊള്ളുന്നവരാണ്. എന്നാൽ ഈ തിരുനാളിൽ പങ്കെടുക്കുന്ന എന്നോടും നിങ്ങളോടും കൂടെ അമ്മ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് മധ്യസ്ഥ മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃകയുമാണ്. അമ്മയുടെ സഹായം തേടാൻ വരുന്നവര് ഭക്തർ മാത്രമാണ്. അമ്മയുടെ മാതൃക പിന്തുടരുമ്പോഴാണ് മരിയ മക്കളായിട്ട് മക്കളുടെ പദവിയിലേക്ക് നാം ഉയർത്തപ്പെടുന്നത്. പരിശുദ്ധമ്മ എന്നെയും നിങ്ങളെയും ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നത് മരിയ മക്കളായിട്ട്, ഈ മരിയ ഭക്തിയുടെ വാഹകരാകുവാനാണ്. പരിശുദ്ധമ്മയിലേക്ക് നോക്കുമ്പോൾ എന്താണ് നാം പഠിക്കേണ്ട മാതൃക? ഞാൻ ഈ അവസരത്തിൽ 3 കാര്യങ്ങൾ മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ പരിശുദ്ധമ്മയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, പരിശുദ്ധമ്മ നമുക്ക് മധ്യസ്ഥയും മാതൃകയുമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബെർണാഡ് പുണ്യവാൻ ഇപ്രകാരം പറഞ്ഞത്, പരിശുദ്ധമ്മയെ അനുഗമിച്ചാൽ നമുക്ക് വഴിതെറ്റുകയില്ല. പരിശുദ്ധ സഹായം യാചിക്കുമ്പോൾ നാം ഒരിക്കലും നിരാശരാവുകയില്ല. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്കൊരിക്കലും തെറ്റുപറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയിലേക്ക് നോക്കുമ്പോൾ ആദ്യമായിട്ട് അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് അമ്മ വിശ്വാസത്തിൻ്റെ മാതാവാണ് എന്നുള്ളത്. അബ്രാഹത്തെ നമ്മൾ വിശ്വാസത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വിശ്വാസത്തിൻ്റെ മാതാവാണ്. യേശുവാകുന്ന പാറമേൽ വിശ്വാസത്തിൻ്റെ തൂണുകളിൽ തൻ്റെ ജീവിതം പടുത്തുയർത്തിയ ദൈവത്തിൻ്റെ മകളാണ് പരിശുദ്ധ മാതാവ്. അതുകൊണ്ട് തന്നെ ആദ്യമായി മരിയ മക്കളായിരിക്കുന്ന നാം നമ്മുടെ ജീവിതം പടുത്തുയർത്തേണ്ടത് യേശുവാകുന്ന പാറമേലാണ്. ഈ ലോകത്തിൻ്റെതായ മണൽ കുറ്റികളിലല്ല നമ്മുടെ ജീവിതം നാം പടുത്തുയർത്തേണ്ടത്. കാറ്റും കോളുമൊക്കെ വരുമ്പോൾ അത് തകർന്നു പോകും.
എന്നാൽ പാറമേൽ പണിത ഭവനം ഒരിക്കലും തകരുകയില്ല. പരിശുദ്ധമ്മ ഈ വലിയ വിശ്വാസ ഭവനത്തിൻ്റെ മാതൃകയാണ്. രണ്ടാമത്, പരിശുദ്ധമ്മ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധമ്മയാണ് ആദ്യത്തെ ക്രിസ്ത്യാനി. യേശുവിനെ തൻ്റെ ഉദരത്തിൽ വഹിച്ച ദൈവത്തിൻ്റെ ജീവിക്കുന്ന സക്രാരി പരിശുദ്ധമ്മയാണ്. ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചത് പരിശുദ്ധ മാതാവ്. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ഒക്കെ ഈ പരിശുദ്ധമ്മ നമ്മുടെ മാമോദീസായിലൂടെ ദിവ്യകാരുണ്യത്തിലൂടെ ജീവിക്കുന്ന സക്രാരികളാകാൻ വിളിക്കുന്നു. അമ്മ കടന്നു വന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവിടെ അഭിഷേകത്തിൻ്റെ പെരുമഴയുണ്ടായി. എലിസബത്തിൻ്റെ ജീവിതത്തിൽ ആനന്ദം കൊണ്ട് വിശ്വാസം കൊണ്ട് നിറഞ്ഞു. കാനായിലെ കല്യാണ വിരുന്നില് വെള്ളം വീഞ്ഞായി മാറി. അതുപോലെ തളർന്നു പോയ ശിഷ്യന്മാര് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. സഭ ജന്മമെടുത്തു. അതുകൊണ്ട് രണ്ടാമത് അമ്മ പഠിപ്പിക്കുന്നത് യേശുവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. യേശു നമ്മോടൊപ്പം ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഹീറോകളായി മാറും. മൂന്നാമതായിട്ട് ഈ മാതാവ് നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും നല്ല ശിഷ്യൻ ആരായിരിക്കണമെന്ന് മാതാവ് നമ്മെ പഠിപ്പിക്കുന്നു. തൻ്റെ തിരുക്കുമാരൻ്റെ ഹൃദയം സ്വന്തമാക്കിയവളാണ് പരിശുദ്ധ മാതാവ്. അതുകൊണ്ടാണ് പരിശുദ്ധ മാതാവിൻ്റെ ഹൃദയത്തെ വിമല ഹൃദയം എന്ന് നമ്മൾ വിളിക്കുന്നത്. തൻ്റെ പുത്രനോടൊപ്പം മനുഷ്യകുലത്തിന് വേണ്ടി സ്വയം സ്നേഹത്താൽ വിണ്ടുകീറപ്പെട്ടതാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയം. അങ്ങനെ സ്നേഹത്താൽ നാമും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവസ്നേഹത്താൽ മുറിക്കപ്പെടുമ്പോൾ നമ്മളും വിമല ഹൃദയങ്ങളായിട്ട് മാറും. നമ്മളും ഏറ്റവും നല്ല ശിഷ്യരായിട്ട് മാറും. അതുകൊണ്ടാണ് ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞത്, നിങ്ങൾക്ക് യേശുവിനെ അറിയണമോ, നിങ്ങൾക്ക് യേശുവിനെ സ്നേഹിക്കണമോ എങ്കിൽ പരിശുദ്ധ അമ്മയാകുന്ന സ്കൂളിലേക്ക് കടന്നു വരിക. കത്തോലിക്ക സഭയുടെ ക്രൈസ്തവ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന ജീവിക്കുന്ന പാഠപുസ്തകമാണ് പരിശുദ്ധ മാതാവ്. പ്രിയ സഹോദരങ്ങളെ, നാം മരിയ ഭക്തരായിരുന്നാൽ മാത്രം പോരാ, മരിയ മക്കളുമായിട്ട് മാറണം. കൊച്ചു ത്രേസ്യ പുണ്യവതി പറയുകയാണ്, അമ്മയുടെ കരങ്ങളിലേക്ക്, അമ്മേ, എനിക്ക് ഈ ലോകത്തിൽ അമ്മ നഷ്ടപ്പെട്ടു പോയി, ഇനി അമ്മയാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ആ അമ്മയുടെ കരങ്ങളിലേക്ക് തൻ്റെ ജീവിതം സമർപ്പിച്ചപ്പോൾ ഈ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ രോഗങ്ങൾ, പൈശാചിക പീഡനമുള്ള രോഗങ്ങൾ അത്ഭുതകരമായി സൗഖ്യപ്പെടുകയാണ്. എന്നിട്ട് കൊച്ചു ത്രേസ്യ പുണ്യവതി പറയുകയാണ്, അമ്മയുടെ പുഞ്ചിരി എന്നെ സൗഖ്യപ്പെടുത്തി. ഇന്ന് മാതാവിന് മുമ്പിൽ നിന്ന് നിങ്ങളെ സമർപ്പിക്കുമ്പോൾ ഈ പുഞ്ചിരി നിങ്ങൾക്കും ഉണ്ടാകും. ആ പുഞ്ചിരിയിലൂടെ നിങ്ങളെ ദൈവം സൗഖ്യപ്പെടുത്തും. ഈ വലിയ അഭിഷേകത്തിനായിട്ട് ഒത്തിരി വിശ്വാസത്തോടെ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കാം. ഈ വിശുദ്ധ ബലി നമ്മെ അനുഗ്രഹിക്കും.